ഇത് പൊന്നിൻ്റെ സ്കൂബിയുടെ ബ്രഷാണോ? ബ്രഷിന് വേണ്ടി പിടിക്കണം കേട്ടോ. ആ, ഇത് പൊന്നിൻ്റെ ബ്രഷാണോ? ചാടി പിടിച്ചോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ചെറിയ ബ്രഷാണ് മേടിക്കുന്നത്. ഇന്ന് ഇത്തിരി വലിയ ബ്രഷ് മേടിച്ചുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്കൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. ഇത് സ്കൂബിയുടെ ആണോ ഇത്? നാളെ തേച്ചുതരാം മമ്മി. അവിടെ ഇരുന്നോട്ടെ. ഈ കട പരിചിതമാണല്ലോ. ഞാൻ എല്ലാ വീഡിയോസിലും നമ്മുടെ പെറ്റ് കടയെക്കുറിച്ച് പറയാറുണ്ട്, കാണിക്കാറുണ്ട്, മരുന്നുകൾ മേടിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ ആൻറ്റിബയോട്ടിക് തീർന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വന്നാണ്. ആൻറ്റിബയോട്ടിക് അതേ മെഡിസിൻ കിട്ടി. അപ്പോൾ 100 ഗ്രാമിൻ്റെയാണ്, 200 ഗ്രാമിൻ്റെയാണ് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് 2 എണ്ണം വെച്ച് കൊടുക്കണം. 200 ഗ്രാം നാളെ ഒരു വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൽക്കാലം ഇന്ന് രാത്രിത്തേക്കൊന്നും മെഡിസിൻ ഇല്ലാത്തൊരു ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പോൾ ഞാൻ ബിസ്ക്കറ്റും കൂടെ അതേ മേടിച്ചു. എൻ്റെ പ്യുവർ പെറ്റ് മറ്റേ ബൈറ്റ് ബിസ്ക്കറ്റ് മേടിച്ചത് 1 പാക്കറ്റ് ഉണ്ട് കേട്ടോ. 1.5 പാക്കറ്റ് ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചു. അതിൻ്റെ കൂടെ ഞാനിത് കനാൽ വാഷും കൂടെ മേടിച്ചു, ഫ്ലോർ വാഷ് ചെയ്യാൻ. കാരണം അവനുള്ളതുകൊണ്ട് അവന് അലർജി വരുന്നതുകൊണ്ട് ഇപ്പോൾ ലൈസലിട്ടൊന്നും തുടക്കുന്നില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞില്ലേ. അപ്പോൾ കനാൽ വാഷ് ഉണ്ടെന്ന് പറഞ്ഞു, അതും വാങ്ങി. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കട സുപരിചിതമാണല്ലോ എല്ലാവർക്കും. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പെറ്റ് കടയാണ് കേട്ടോ. അപ്പോൾ ഈ കട ഒരുപാട് പേർക്ക് പരിചിതമാണ്. എൻ്റെ നേരത്തെയുള്ള പെറ്റിനും മേടിക്കുന്നത് ഈ കടയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ ഇരിക്കാറുണ്ട് കേട്ടോ. ഡോക്ടർ ഇവിടെ ഇരിക്കാറുണ്ട്. ഞങ്ങൾ ഈ ഡോക്ടറിനെ അല്ല കാണിക്കുന്നത്, ഞങ്ങളുടെ നേരെ വീട്ടിലെ ഓപ്പോസിറ്റുള്ള ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേസ്റ്റ് തീരാറായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ബ്രഷ് ഉണ്ട്, ഡി സ്ട്രോങ്. ഇത് അവൻ്റെ പേസ്റ്റാണ്, മോൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ബ്രഷും കൂടെ വാങ്ങി, സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രഷ് വാങ്ങി. ഇത് പെറ്റിൻ്റെയൊക്കെ ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രഷും വാങ്ങി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ ബ്രഷുണ്ട്. കൊലോന വായി ഒതിക്കാവത്തോ ഇതിൻ്റെ അകത്ത് ബ്രഷുണ്ട് കേട്ടോ. പക്ഷേ അത് ചെറിയ ബ്രഷായതുകൊണ്ട് അവൻ കടിക്കും കേട്ടോ, കടിച്ച് തിന്ന് കളയും. അതിന് ഞാൻ ഇത്തിരി വലിയ ബ്രഷ് മേടിച്ചു. ഇത് കണ്ടോ, ഇത് 2 സൈഡും ഉണ്ട് കേട്ടോ. ഇതാണ് വലിയ ബ്രഷ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇത് ഇത്തിരി നീളമുള്ളതല്ലേ, അപ്പോൾ അവന് നമുക്ക് തേക്കാൻ പറ്റും. ഈ ചെറിയ ബ്രഷ് ആകുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഇതേണ്ട ഈ പേസ്റ്റിൻ്റെ അകത്ത് തന്നെ ബ്രഷ് ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് പേസ്റ്റ്. ഇത് നിങ്ങളെ ഞാൻ പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തേക്കുന്നതൊക്കെ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവൻ്റെ ബ്രഷ്. പക്ഷേ ഈ ബ്രഷ് ഇവൻ കടിച്ചു കളയേ ചെറുതായിട്ട്. ഇതുപോലത്തെ എൻ്റെ കയ്യിൽ 2-3 എണ്ണം ഉണ്ട്. പേസ്റ്റ് മേടിക്കുമ്പോഴൊക്കെ കിട്ടും. പക്ഷെ ഞാനൊരു സെപ്പറേറ്റ് ബ്രഷ് ഇന്ന് പ്രത്യേകിച്ച് മേടിച്ചു, വലുത്. അവന് ബ്രഷ് പല്ല് തേക്കാൻ വേണ്ടി. ഇത് അധികം കടിക്കൂല. ഒരു സൈഡ് കടിച്ചാൽ ഒരു സൈഡുണ്ട്. അപ്പം ഞാൻ അവന് ബ്രഷും പേസ്റ്റും മേടിച്ചു, അതും മേടിച്ചു കേട്ടോ. പിന്നെ ലൈസലൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഫ്ലോർ വാഷിന് വേണ്ടി ഇത് ഡോക്ടർ പറഞ്ഞാണ്. ഇത് തേച്ച് ഇത് വെച്ച് ഫ്ലോർ വാഷ് ചെയ്താൽ അവർക്ക് അലർജി വരില്ല. ഞാൻ എല്ലാ റെസ്ട്രിക്ഷനും കൊടുത്തിട്ടും അവന് ഒരു ചെറിയ അലർജി വരുന്നു. അത് വെറ്റിൻ്റെ ഇതെന്നാണ് പറയുന്നത്, നനവുണ്ടായിട്ടെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവന് ഞാൻ 1 പാക്കറ്റ് ബിസ്ക്കറ്റ്, അവനെപ്പോഴും മേടിക്കുന്ന ബിസ്ക്കറ്റ് ഇതാണ്. അപ്പോൾ ബിസ്ക്കറ്റ് വീട്ടിലുണ്ട്, എന്നിരുന്നാലും ഞാൻ 1 പാക്കറ്റും കൂടെ മേടിച്ചു. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഇവർക്കുള്ള പേസ്റ്റ് കേട്ടോ. സോ സ്ട്രോങ്. ഇതാണ് പേസ്റ്റ് കേട്ടോ. ഇതിട്ടാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബ്രഷ് കണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ബ്രഷ് ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു 3-4 എണ്ണം ഉണ്ട്. പക്ഷെ അവൻ കടിച്ചു കളയും. പിന്നെ ഞാൻ സെപ്പറേറ്റ് ബ്രഷ് വാങ്ങിയതാണ് കേട്ടോ എൻ്റെ മോന്. അപ്പോൾ ഇതാകുമ്പോൾ ഇത്തിരി വലുതായതുകൊണ്ട് ഈ സൈഡ് കടിച്ചാലും എനിക്ക് ഈ സൈഡ് വെച്ച് തേക്കാം. പിന്നെയും ഒരെണ്ണം മേടിക്കും കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അവൻ്റെ മെഡിസിനൊക്കെ ആയി. 200 ഗ്രാം കിട്ടിയില്ല, അപ്പോൾ 100 ഗ്രാമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ബിസ്ക്കറ്റൊക്കെ വാങ്ങി. ഇതാണ് നമുക്ക് പെറ്റുള്ളിടത്ത് ലൈസലും ഡെറ്റോളൊക്കെ ഇട്ടാൽ അലർജി വരും. അപ്പോൾ കനാൽ വാഷാണ് കേട്ടോ. ഇതിട്ട് നമ്മൾ ഫ്ലോർ വാഷ് ചെയ്യുമ്പോൾ അത്ര അലർജി ഇവർക്ക് സ്കിൻ ഡിസീസ് വരില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അത് പെറ്റ് കടയിൽ കിട്ടുള്ളൂ, വേറെ കടയിലൊന്നും കിട്ടില്ല ഫ്ലോർ വാഷ്. ഇതുപോലത്തെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലത്താണ് കേട്ടോ കനാൽ വാഷ്. ഇത് കണ്ടോ കനാൽ വാഷ് ഇതുപോലത്തെ കിട്ടും. ഇത് മേടിച്ച് ഫ്ലോർ വാഷ് ചെയ്താൽ അവർക്ക് അലർജി വരില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ 3 റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് അവൻ എങ്ങനെ വന്നു എന്ന്. അത് വെറ്റിൻ്റെ ഇതുകൊണ്ട് വരുന്നതാണ്. അതായത് അവിടെ വെള്ളം തങ്ങി നിൽക്കുമ്പോൾ വരുന്നതെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെള്ളം നല്ലവണ്ണം തുടച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവരെ നല്ലവണ്ണം ഡ്രൈ ആക്കണം കുളിപ്പിച്ചതിന് ശേഷം. അതുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ ആയുർവേദ മരുന്നും മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ പറഞ്ഞ പ്രകാരം, നമ്മുടെ വെറ്റ് ഡോക്ടർ പറഞ്ഞ പ്രകാരം തന്നെ
നമുക്ക് മരുന്നുകൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. എന്തിനാ ഒച്ചെടുക്കണേ? വഴക്കെടുത്ത് എന്തിനാ ഒച്ച വെക്കണത്? ചേട്ടൻ അവിടെ കയറി കിടക്ക്. ഒച്ച എടുക്കണ വേണ്ട. കണ്ട 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 ഒച്ച എടുക്കുന്നത് ചേച്ചി കിടന്നതിൻ്റെ ഇവിടെ വന്നേ. ഒച്ച എടുക്കല്ലേ, ഇങ്ങോട്ട് വാ. ചേച്ചി കിടക്കട്ടെ, വാ. പൊന്നു വാ, പൊന്നു വാ, വാ ഇവിടെ. അച്ചേരെടുത്ത് വാ, അച്ചേരെടുത്ത് വാ. അതെ, ഇവിടെ വാടാ. ചേച്ചി ഇവിടെ കിടക്കുന്ന അവന് ഇഷ്ടമല്ല. ചേച്ചി കിടക്കുന്നില്ല, ചേച്ചി പോയി. ചേച്ചി ഇവിടെ കിടന്നുകൊണ്ട് ഈ ഒച്ച എടുത്തത്. ചേച്ചി കിടക്കാൻ പാടില്ല ഈ കട്ടിലിൽ. വന്നേ, ആ ബാ. ചില സമയത്തേ ഉള്ളൂ, എപ്പോഴൊന്നുമില്ല, ചില സമയത്ത്. കയറിക്കോ, അതേ മോൻ്റെ തലകണി, ബാ. ചേച്ചി എടുത്തില്ല, ബാ. അപ്പോൾ ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അവൻ ഇന്ന് മോളോട് ഭയങ്കര വഴക്കായിട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടു, അതിൽ മോളെ കാണിച്ചില്ല. മോൾക്ക് അങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര ഒച്ചപ്പാട്. അവിടെ ഈ കട്ടിലിൽ വന്ന് കിടന്ന അവന് ഒച്ചപ്പാടാണ്. എന്നിട്ട് അവിടെ പിറകെ പോയി ഒച്ചയെടുക്കണം. അവൾ കട്ടിലിൽ നിന്ന് ഇവിടുന്ന് എണീറ്റ് പോകും, പിന്നെയും ഇവിടെ വരും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്താ പൊന്നിന് എന്താ പറ്റിയത്? ചേച്ചി എന്തൊക്കെ മേടിച്ച് തരണം. പിന്നെ എന്തിനാ ചേച്ചിയോട് വഴക്കിടുന്നത്? ചേച്ചി കട്ടിലല്ലേ കിടക്കുന്നത്? മോൻ എന്തിനാ വഴക്കിടുന്നത്? മോൻ്റെ സ്ഥലത്തല്ലല്ലോ. അവളെ റൂമിൽ പോയി കിടന്നോളൂ. കുറച്ച് നേരം ഇവിടെ കിടന്നതല്ലേ, അതിന് വഴക്കിടണോ? മോൻ്റെ ചേച്ചിയല്ലേ. മോനെന്തിനാ വഴക്കിടുന്നത്? ചില സമയത്തേ ഉള്ളൂ കേട്ടോ, എപ്പോഴൊന്നുമില്ല. ഒച്ചയെടുക്കുന്നതായിരുന്നു, കണ്ടില്ലേ ഒച്ചയെടുത്തത്? ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒച്ചയെടുക്കുന്നത് കണ്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.